വെൽക്കം ബാക്ക് ടു എംഫേവർ ലേണിംഗ് ആപ്പ്. സയൻസ് ആൻഡ് ടെക്നോളജി സിലബസ് എടുക്കുമ്പോൾ ആദ്യ ഭാഗത്ത് കാണുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പും മന്ത്രാലയവും നയങ്ങളെ കുറിച്ചൊക്കെയാണ്. എന്താണ് ഇന്ത്യ ഇതുവരെയും അവതരിപ്പിച്ചിട്ടുള്ള 5 ശാസ്ത്ര സാങ്കേതിക നയങ്ങളുമായി ബന്ധപ്പെടുത്തി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് എന്നതിനെപ്പറ്റി നമ്മൾ ഇവിടെ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സിന്റെ നോട്ട് എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്താൽ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ക്ലാസ്സിലേക്ക് നേരെ കടക്കാം. ആദ്യമായിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പിനെ പറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കേന്ദ്ര തലത്തിലുള്ള, അതായത് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വകുപ്പ് അല്ലെ, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്. അത് സ്ഥാപിതമാകുന്നത് 1971 മെയ് 3-നാണ്. 1971 മെയ് 3. അപ്പോൾ ഇത്തരത്തിലൊരു വകുപ്പ് രൂപവൽക്കരിക്കുന്നതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. നിലവിൽ ഈ പറയുന്ന മന്ത്രാലയത്തിന്റെ ചുമതല ഉള്ളത്, അതായത് സ്വതന്ത്ര ചുമതലയാണ് ആർക്ക്? ജിതേന്ദ്ര സിംഗ്. അപ്പോൾ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് നിലവിൽ ജിതേന്ദ്ര സിംഗ് ആണ്. അപ്പൊ എന്താണ് ഈ ഒരു വകുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതലകളും പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും എന്നൊക്കെ നമുക്ക് നോക്കാം. പൗരന്മാരെ മികച്ച രീതിയിൽ സേവിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കാനും ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്ന നൂതനമായ ശാസ്ത്ര പുരോഗതികളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ദൗത്യം. നമ്മൾ പഠിക്കും സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി അഥവാ STIP 2020 എന്താണ് ലക്ഷ്യമിടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ 5ാമത്തെ ശാസ്ത്ര സാങ്കേതിക നയമാണ് ഞാനിപ്പോൾ പറഞ്ഞ STIP അഥവാ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2020. അവിടെ പറയുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ അഡ്വാൻറ്റേജും സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും ആഗോളതലത്തിൽ തന്നെ ശാസ്ത്ര പുരോഗതി കൈവരിക്കുന്ന 5 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയെ മാറ്റണമെന്നൊക്കെ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് പൗരന്മാരെ മികച്ച രീതിയിൽ സേവിക്കണം, പരിസ്ഥിതി സംരക്ഷിക്കണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കണം. ഇതിലൂടെയെല്ലാം അങ്ങനെ അതിന് ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്ന തരത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എല്ലാവിധ സൗകര്യങ്ങൾക്കും അടിത്തറ പാകി വളർത്തി വികസിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് വകുപ്പിന്റെ ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നയങ്ങൾ ആര് രൂപവൽക്കരിക്കുന്നു? ഈ പറയുന്ന വകുപ്പ് രൂപവൽക്കരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് അവതരിപ്പിച്ച നയമാണ് STIP 2020 എന്ന് പറയുന്നത്, സയൻസ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2020. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ലഭ്യമാക്കുന്നു ആര്? ഈ ഒരു വകുപ്പ്. ഇനി വകുപ്പിന് കീഴിൽ സ്വയം ഭരണാധികാരം അഥവാ ഓട്ടോണോമസ് സ്റ്റാറ്റസ് ഉള്ള ചില സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ പല സ്ഥാപനങ്ങളും കേരള PSCയുടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തേത് ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസസ്, സ്ഥിതി ചെയ്യുന്നത് നൈനിറ്റാൽ, ഉത്തരാഖണ്ഡിലെ നൈനിറ്റാലിലാണ്. ഇനി ബീർബൽ സാനി മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ബീർബൽ സാനിയെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ലക്നൗ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്നു. അതേ ബാംഗ്ലൂരിൽ തന്നെ CV രാമന്റെ പേരിൽ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്നു. ഇനി നമ്മൾ ട്രിവാൻഡ്രത്ത് സ്ഥിതി ചെയ്യുന്ന SCT, അതായത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രമാണ്. ഇനി SN ബോസ് നാഷണൽ സെന്റർ ഫോർ ബേസിക് സയൻസസ് സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലെ കൊൽക്കത്തയിൽ. ഇത് ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏക
സ്ഥാപനം, സ്വയംഭരണാധികാരമുള്ള സ്ഥാപനം. അതാണ് മേഘാലയയിലെ ഷിലോങ്ങിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ, അതായത് ഈ പറയുന്ന ദേശീയ തലത്തിൽ ദേശീയ സ്ഥാപനമാണിത് കേട്ടോ. നോർത്ത് ഈസ്റ്റ് സെന്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ ആൻഡ് റീച്ച് എന്നാണ്. ഓക്കെ, ശ്രദ്ധിക്കണം. നോർത്ത് ഈസ്റ്റ് സെന്റർ ഫോർ ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ആൻഡ് റീച്ച് എന്നുള്ളതാണ് ഈ സ്ഥാപനം. ഇത് നമ്മുടെ ഈ പറയുന്ന കേന്ദ്ര മന്ത്രാലയത്തിന്റെ കീഴിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണാധികാരമുള്ള ഏക ശാസ്ത്ര സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാപനമാണ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സെന്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ ആൻഡ് റീച്ച് എന്ന് പറയുന്നത്. മേഘാലയയിലെ തലസ്ഥാനമായ ഷിലോങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി കാലാകാലങ്ങളിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ തന്നെ ശാസ്ത്ര മേഖലയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നയമാണ് സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958. ശാസ്ത്രബോധത്തിന്റെ അടിത്തറ പാകാനും ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള ശാസ്ത്ര സംരംഭങ്ങൾ വികസിപ്പിക്കാനുമാണ് ഈ നയം ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇന്ത്യയിലുടനീളം നിരവധി ഗവേഷണ സ്ഥാപനങ്ങളും ദേശീയ ലബോറട്ടറികളും സ്ഥാപിക്കുന്നതിലേക്ക് നയം സഹായിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പലതും, ഈവൻ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ തിരുവനന്തപുരത്ത് SET ആരംഭിച്ചതുപോലും ഈ 1958 നയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അല്ലേ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്, അപ്പോൾ ഫസ്റ്റ് പോളിസി എന്ന് പറയുന്നത് സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958. രണ്ടാമത്തത് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് 1983. 1983ലാണ് 1958 ശേഷം 1983ലാണ് രണ്ടാമതൊരു പോളിസി കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നതോ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. സാങ്കേതികമായ സ്വയം പര്യാപ്തത, അതായത് ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് ആക്കി മാറ്റണം ഇന്ത്യ എന്ന ഒരു ചിന്താഗതിയോട് കൂടി അവതരിപ്പിച്ച നയമാണിത്. കാര്യക്ഷമതയും കൈവരിക്കുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണിത്. സാമൂഹിക സാമ്പത്തിക രംഗത്തെ പദ്ധതികളെ ഏകോപിപ്പിക്കുക, നാഷണൽ ഇന്നോവേഷൻ സിസ്റ്റത്തെ നടപ്പിലാക്കുക എന്നിവയായിരുന്നു നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതായത് നമ്മുടെ ശാസ്ത്ര മേഖലയെ വളർത്തണമെങ്കിൽ കാര്യമായ രീതിയിലുള്ള നൂതന ആശയങ്ങൾ അഥവാ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സഹായ പദ്ധതികൾ, അത്തരത്തിലുള്ള എല്ലാ പദ്ധതികളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യമായിരുന്നു ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ബയോടെക്നോളജി, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളിലെ ഗവേഷണം ശക്തിപ്പെടുത്തുവാനും നയം സഹായിച്ചിട്ടുണ്ട്. 83 നയം സഹായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് 2003 അതിനുശേഷം 2003 അടുത്തൊരു നയം കൊണ്ടുവന്നിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 91 ഇന്ത്യ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം, ഉദാരവൽക്കരണത്തിന് ശേഷം ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പോളിസി കൂടിയാണ് എന്തെന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 എന്ന് പറയുന്നത്. നോക്കാം, നിക്ഷേപവും നവീകരണവും കൊണ്ടുവരിക, ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ ഉപയോഗം രാജ്യത്ത് നടപ്പിലാക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ തവണത്തേതുപോലെ. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ അവതരിപ്പിച്ച ആദ്യ ശാസ്ത്ര നയമാണിത്. സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ശാസ്ത്രീയ ഗവേഷണ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെ പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കിയ നയമാണിത്. അപ്പോ ഇന്ത്യയിൽ ഉദാരവൽക്കരണം അല്ലെ, പ്രധാനമായിട്ടും 91 സാമ്പത്തിക പരിഷ്കാര നയത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു രീതിയല്ല ശേഷം പിന്നീട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോ എല്ലാ മേഖലയിലും, തുടർന്ന് ശാസ്ത്ര മേഖലയിലും അതിൻ്റെതായ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിടേണ്ട ആവശ്യമുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് 2003 സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അവതരിപ്പിക്കുന്നത്. ഗവേഷണത്തിലും വികസനത്തിലും നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഗവേഷണ നിക്ഷേപം, അതായത് റിസർച്ച് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ GDPയുടെ 0.7% എത്തിച്ചു. അതുവരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, ഇപ്പോഴും 100ൽ 0.7 എന്ന് പറയുമ്പോഴേക്കും അന്നത്തെ കാലത്ത് വളരെ വലുതാണ്. കാരണം വളരെ വില കുറച്ച് കണ്ടിരുന്ന ഒരു മേഖലയെ ഇന്ത്യയുടെ GDP അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇതിൽ പറയാം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതുപോലെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ദേശീയ വരുമാനത്തിന്റെ ഏകദേശം 0.7% എന്ന് ഓർത്ത് വെച്ചാലും മതി. അത്രയും നീക്കി വെച്ചു എന്നുള്ളതാണ്.
ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ SCRB അഥവാ സയന്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡും സ്ഥാപിച്ചു ഈ ഒരു നയത്തിന്റെ ഭാഗമായിട്ട്. തുടർന്ന് നമ്മൾ പഠിക്കുന്നത് STIP 2013 STIP 2020 ആണ്. അതായത് STIP എന്ന് പറഞ്ഞാൽ S stands for Science, T stands for Technology, I stands for Innovation. പോളിസി 2013 ഉണ്ട്, 2020 ഉണ്ട്. 2013 ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ് 2020 എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 5 ആഗോള ശാസ്ത്ര നേതാക്കളിൽ ഒരാളായി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു ഈ ഒരു നയത്തിന്റെ അത്യാവശ്യം എന്ന് പറയുന്നത്. നേട്ടം കൈവരിക്കുന്നതിനായി കേന്ദ്രം സംസ്ഥാന സർക്കാരുകളുമായി പങ്കാളിത്തം സ്ഥാപിച്ചു. അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗത്തിലും അതുപോലെ തന്നെ മറ്റ് പല ബോധവൽക്കരണ ക്യാമ്പയിനിലും മറ്റ് പല പദ്ധതികളിലും സംസ്ഥാന സർക്കാരുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി എന്നുള്ളതാണ്. ഇന്ത്യയിലുടനീളം കൂടുതൽ ഗവേഷണ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ന്യൂട്രിനോ ഗവേഷണം, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ തുടങ്ങിയ അന്താരാഷ്ട്ര ഗവേഷണ പദ്ധതികളിൽ തന്നെ ഇന്ത്യ സഹകരിച്ചു എന്നുള്ളതും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ലോകത്തിലെ ഏറ്റവും മികച്ച 5 ആഗോള ശാസ്ത്ര നേതാക്കളിൽ ഒരാളാക്കി ഇന്ത്യയെ മാറ്റുക, അല്ലെങ്കിൽ ശാസ്ത്ര രാജ്യങ്ങളിൽ ഒരാളായി ഇന്ത്യയെ അങ്ങ് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് STIP 2013 എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ 2020 അവതരിപ്പിച്ചു. എക്സ്റ്റൻഡഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇന്ത്യയെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ലോകത്തെ തന്നെ 5 രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്ന ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട്, എന്നാൽ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഉത്തേജനം നൽകുന്നതിനും ഇന്ത്യൻ ശാസ്ത്ര വിഭാഗത്തെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമാക്കുക അല്ലെങ്കിൽ ഹൈലി കോമ്പറ്റേറ്റീവ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു നയം നമ്മുടെ രാജ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2013 മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ് നരേന്ദ്രമോദിയുടെ 2ാം സർക്കാർ 2020 അവതരിപ്പിച്ചത്. അപ്പോൾ ശാസ്ത്ര രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുകയും ഗവേഷണ ഫലങ്ങളെ സാമൂഹ്യ വാണിജ്യ രംഗത്ത് ഫലപ്രദമായി നടപ്പിലാക്കുവാനും ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ISRO പോലുള്ള, അല്ലെ, നിങ്ങൾക്കറിയാം ഈ ഒരു 2013 STIP 2013 2013 പോളിസി നയത്തിന് ശേഷമൊക്കെ ISROയുടെ തന്നെ പല ഗവേഷണങ്ങളും അല്ലെങ്കിൽ ISROയുടെ ഭാഗമായിട്ട് അവരുടെ ഒരു വാണിജ്യ സ്ഥാപനങ്ങൾ മറ്റ് രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയപരിപാടികൾക്ക് കേന്ദ്രം ആക്കം കൂട്ടുകയൊക്കെ ചെയ്തുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അതെല്ലാം കൊണ്ടുവരണം. ISROയുടെ കമേഴ്ഷ്യൽ വിങ്ങിനെ സൃഷ്ടിച്ചു. ഇവൻ DRDO ഇന്ത്യ തദ്ദേശീയമായി സൃഷ്ടിക്കുന്ന പല ആയുധങ്ങളും ഇപ്പോൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് സ്വയം ഉണ്ടാക്കിയെടുത്ത ആയുധങ്ങളെ പോലും ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നു, കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോൾ പണ്ട് ഇന്ത്യ ഇറക്കുമതി മാത്രം ചെയ്തുകൊണ്ടിരുന്നു ആയുധങ്ങൾ. ഇന്ന് DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ, അതായത് ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് എടുത്തു പറയണം, ഈ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയുടെ ഈ ഡിഫൻസുമായിട്ട്, പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഈ പറയുന്ന ആയുധങ്ങൾ സൃഷ്ടിക്കുക, ടാങ്കറുകൾ നിർമ്മിക്കുക, അല്ലേ? ഇത്തരത്തിൽ ഏറ്റവും പ്രധാനം എടുത്തു പറയണമെന്ന് വെച്ചാൽ ഈ പണ്ട് ഇന്ത്യ കൂടുതലും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് എവിടെന്നാ? റഷ്യയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമൊക്കെയാണ്. ചിലപ്പോൾ അമേരിക്കയിൽ നിന്നുമൊക്കെ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ ഈ പറയുന്ന മറ്റ് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് സ്വന്തമായി ഉണ്ടാക്കിയ, തദ്ദേശീയമായി ഉണ്ടാക്കിയ ആയുധങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ആക്കം കൂട്ടിയത് അത്തരത്തിൽ സാധനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് സഹായകരമായത് ഇത്തരത്തിലുള്ള നയങ്ങളാണ്. പ്രധാനമായും 2013 STIP സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസിയിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഡഡ് വേർഷനാണ് 2020 വന്നിട്ടുള്ളത്. അത് നമ്മൾ ഓർത്തിരിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതുകൂടി സ്വാഭാവികമായിട്ടും അണ്ടർസ്റ്റുഡ് ആണ്. അതും കൂടി അവിടെ നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഇനി പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ എന്ന് പറയുന്ന ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള ഒരു പദവിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഇത് 1999 അടൽ ബിഹാരി വാജ്പേയി സർക്കാർ സൃഷ്ടിച്ച ഒരു തസ്തികയാണ്. മറ്റൊന്നുമല്ല, ശാസ്ത്ര നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരിക്കും പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ. ഇത് കേരള PSC ചോദ്യമായിരുന്നു. ആദ്യ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ
അഡ്വൈസർ ആരായിരുന്നു? APJ അബ്ദുൽ കലാം. നിലവിൽ എന്ന് പറയുന്നത് അജയ് കുമാർ സൂദ് ആണ്. നിലവിൽ അജയ് കുമാർ സൂദ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.